ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ആർ ഡേയ്സ് സെഡിക്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ്, സുഖമല്ലേ? അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ജേർണലാണ്. അപ്പോൾ ഈ എൻ്റെ ജേർണൽ ബുക്ക് ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് ഒന്ന് പറയാൻ മറക്കരുത്. ഫസ്റ്റ് തന്നെ എഡിങ്ങൊക്കെ ബിലാലിനൊക്കെ കൊടുത്തിട്ട് ചെയ്തതാണ്. പിന്നെ ആ ചുണ്ടിൻ്റെ ലിപ്സ്റ്റിക്കിനെല്ലാം ആയിട്ട് എൻ്റെ ഇത്താത്ത ചെയ്തൊരു ജേർണലാണ്. അപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഞാൻ ചെയ്ത് തന്നെയാണ്. ഇതെന്ന് പറയാനാണെങ്കിൽ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഞാനത് മേടിച്ചതാണ്. 440 രൂപയ്ക്ക് മറ്റും ഞാൻ മേടിച്ചതാണ്. അപ്പോൾ ഇതെല്ലാം ഞാൻ സ്വന്തമായിട്ട് ചെയ്തതാണ്. ഈ ഒരു സാധനമാണ് നമ്മുടെ മുൻപിൽ കണ്ടിട്ടില്ല, ഒരു വലിയത്, അതാണ് ഗൈസ് ഇത്. അപ്പം നെക്സ്റ്റ് എന്ന് പറയാനാണെങ്കിൽ ഇതേപോലെ ഹാൻഡ് റൈറ്റിങ്സുമുള്ള എല്ലാം ജേർണൽ തന്നെയാണ്. ഇതെല്ലാം ഞാൻ 2-3-4 ജേർണൽസൊക്കെ ഞാൻ പിൻട്രസ്റ്റിനൊക്കെ തപ്പിയിട്ട് എടുത്തതാണ്. ഈ മെയ് ജേർണലൊക്കെ പിൻട്രസ്റ്റിനെല്ലാം ഞാൻ നോക്കിയപ്പം കണ്ടപ്പം ഒന്ന് ചെയ്യാൻ തോന്നിയപ്പോൾ ചെയ്തതാണ്. ഈ ജേർണലല്ലേ നിങ്ങൾക്ക് ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാം. അത് നമ്മൾ സപ്ലൈസ് തന്നെ ഉപയോഗിക്കണം എന്നൊന്നുമില്ല. നിങ്ങളിഷ്ടത്തിൽ എന്ത് വേണമെങ്കിലും, എന്ത് സാധനം വേണമെങ്കിലും എടുത്ത് ചെയ്യാവുന്നതാണ്. ആ ജൂൺ ജേർണൽ എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടാൽ പറയണേ. ബാക്കി എല്ലാ ജേർണൽസും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ജൂലൈ ജേർണലും ലാസ്റ്റ് ചെയ്ത ആ ഒരു സ്ട്രിങ്കിങ് അങ്ങനെയുള്ള മനസ്സിലെ അതെനിക്ക് അടിപൊളി ഇഷ്ടപ്പെട്ട്. നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടേ ഒന്ന് താഴെ കമൻറ്റ് ബോക്സിൽ പറയണേ. അപ്പം ലാസ്റ്റ് ജേർണൽ ഞാൻ ചെയ്തത് ഒരു പിങ്കും പർപ്പിളും ആയിട്ടുള്ള തീമിങ്ങിനെല്ലാം ഞാൻ ചെയ്തതാണ്. അപ്പം ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡിലാണ് നമ്മൾ ജേർണൽ ചെയ്യാൻ പോകുന്നത്. അപ്പം ആദ്യമായിട്ട് തന്നെ നമ്മൾ എടുക്കുന്ന ഒരു പാറ്റേൺ പേപ്പർ എന്ന് പറയുന്നത് ബ്ലൂ തീമാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ടൈപ്പ് ഒരു പാറ്റേൺ പേപ്പർ എടുത്ത് അതിൻ്റെ ബാക്കിൽ നല്ല രീതിയിൽ തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നല്ല രീതിയിൽ തന്നെ സ്പ്രെഡാക്കണമെങ്കിൽ സ്പ്രെഡാക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് എന്താക്കുക, അതിൻ്റെ മുകളിലോട്ട് അതൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. നല്ല രീതിയിൽ തന്നെ ഒട്ടിക്കണേ. അത് കഴിഞ്ഞിട്ട് വേറെ ഒരു പാറ്റേൺ പേപ്പർ എടുക്കുക. ചെറിയ പാറ്റേൺ പേപ്പറാണ്, ഇത് ഞാൻ ചെയ്തതാണ്. അപ്പം ഇതൊക്കെ ഞാൻ ചെയ്ത് ജേർണൽ സപ്ലൈസ് കൊണ്ട് ചെയ്യുന്നതാണ്. അതിൻ്റെ ആ ഒരു താഴെ ഭാഗത്ത് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഈ ഒരു സ്റ്റാമ്പ് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. എങ്ങനെയാണെന്ന് ഒന്ന് പറയണേ കമൻറ്റ് ബോക്സിൽ. എന്നിട്ട് അത് എന്താക്കുക, ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ഡോറമോൺ ക്യാരക്ടറിൻ്റെ 2 സ്റ്റിക്കറാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ അതിലുള്ള ഞാനിപ്പോൾ എടുക്കുന്ന ആ ഒരു സ്റ്റിക്കർ ഞാൻ എന്താക്കുന്നത് 2 പാറ്റേൺ പേപ്പറിൻ്റെ ഇടയിലായിട്ട് ഞാൻ ഒട്ടിച്ചു കൊടുക്കുകയാണ്. പിന്നെ അതേപോലെ വേറെ ഒരു ഡോറമോൺ ക്യാരക്ടറിൻ്റെ വേറൊരു സ്റ്റിക്കർ എടുത്തിട്ട് അതിൻ്റെ മുകളിലെ ഭാഗത്ത് 2 പാറ്റേൺ പേപ്പേഴ്സിൻ്റെയും ഇടയിൽ വരുന്ന രീതിയിൽ ഞാൻ അവിടെയും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? ഫൈനൽ റിസൾട്ട് ഇതാണ്. അപ്പം ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും മറക്കണ്ട. അപ്പം ബൈ.